തെരുവിലലയുന്ന വയനാട് സ്വദേശികളായ 7 കുടുംബത്തിന് പഴയങ്ങാടി ഗാർഡിയൻ ഏഞ്ചൽസിൽ തണലൊരുക്കി ജീവകാരുണ്യ പ്രവർത്തകരായ യുവാക്കൾ. കുറുമാത്തൂരിലെ നാജി അബ്ദുൾ റഹ്മാൻ, വളക്കയിലെ കരീം തൗഫീഖ്, കുറുമാത്തൂരിലെ ആംബുലൻസ് ഡ്രൈവർ ഫിറോസ് എന്നിവരാണ് കുടുംബത്തിന് തുണയായത്. വയനാട് സ്വദേശികളായ സീനത്തിന്റെ 5 കുട്ടികൾ, ഉമ്മ നബീസ എന്നിവരെയാണ് ജീവകാരുണ്യ പ്രവർത്തകരായ യുവാക്കളുടെ ഇടപെടലിലൂടെ സുരക്ഷിത കരങ്ങളിൽ എത്തിച്ചത്. ഉമ്മയെയും രോഗിയായ 2 ആൺമക്കളെയും ഷീറ്റ് കെട്ടി മറച്ച മുച്ചക്ര സൈക്കിളിൽ ഇരുത്തി സീനത്തും മറ്റു 3 മക്കളും ചേർന്ന് വളരെ പ്രയാസപ്പെട്ട് തള്ളിവരുന്നത് വളക്കൈ നെടുമുണ്ടയിൽ വെച്ചാണ് പൊതുപ്രവർത്തകൻ കരീം തൗഫീഖിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് സമീപത്തെ ഒരു ഹോട്ടലിന് സമീപം വിശ്രമിക്കാൻ സൗകര്യമൊരുക്കി. ജീവകാരുണ്യ പ്രവർത്തകനായ കുറുമാത്തൂർ പൊക്കുണ്ടിലെ നാജി അബ്ദുൾ റഹ്മാനെ വിവരമറിയിച്ചതോടെ 7 പേർക്കും ഭക്ഷണവും വസ്ത്രവും നൽകി. തുടർന്ന് ശ്രീകണ്ഠാപുരം പോലീസുമായി ബന്ധപ്പെട്ട് ഇവരുടെ വിവരങ്ങൾ ശേഖരിച്ചു. സീനത്തിന്റെ ഭർത്താവ് 12 വർഷം മുമ്പ് മരണപ്പെട്ടിരുന്നു. പിന്നീട് പല സ്ഥലങ്ങളിലായി അലഞ്ഞു നടക്കുകയായിരുന്നു ഈ കുടുംബം. ഇവർക്ക് സുരക്ഷിതമായി താമസിക്കാനും ഭക്ഷണവും മരുന്നും ലഭ്യമാക്കാനും പഴയങ്ങാടിയിൽ പ്രവർത്തനം നടത്തുന്ന ഗാർഡിയൻ ഏഞ്ചൽസ് എന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ടു. പോലീസിന്റെ അനുമതി ലഭിച്ചാൽ എല്ലാ സൗകര്യങ്ങളും നൽകാമെന്നറിയിക്കുകയായിരുന്നു. പോലീസിന്റെ അനുമതിയോടെ 7 പേരെയും കുറുമാത്തൂർ പൊക്കുണ്ടിലെ ശിഹാബ് തങ്ങൾ സ്മാരക ആംബുലൻസ് ഡ്രൈവർ ഫിറോസിന്റെ സഹായത്തോടെ പഴയങ്ങാടി ഗാർഡിയൻ ഏഞ്ചൽസ് ഹോമിൽ എത്തിക്കുകയായിരുന്നു. കരീം വിളിച്ചിട്ട് പറഞ്ഞ് നീ ഒന്ന് അർജൻറ്റായിട്ട് ഒന്ന് ഒരു ഹോട്ടലിൻ്റെ അടുത്തേക്ക് വാ, പെട്ടെന്ന് വാന്ന് വന്നു. അപ്പോൾ ഞാൻ അവിടെ പോകുമ്പോഴത്തേക്ക് ഒരു 5 മക്കളും ഒരു ഉമ്മയും ഒരു ഉമ്മാമ്മയും അവർക്ക് ഈ കരീം ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്ന ഇതാണ്. സ്റ്റേഷനിൽ നിന്ന് അവർ ഈ കൽപ്പറ്റ പോലീസ് സ്റ്റേഷനായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ ആയിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അവിടെയുള്ള പ്രസിഡൻറ്റ്, പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ ബന്ധപ്പെട്ടപ്പോൾ കാര്യങ്ങൾ പറയുന്നത് വെച്ചാൽ ഇവർ ജോലിക്കൊക്കെ ആക്കിയിരുന്നു. പക്ഷെ അവർ കൂടുതൽ അവിടെ നിൽക്കുകയോ പിടിക്കുകയോ ചെയ്യില്ല. കാരണം ഈ താമസിക്കാൻ ബുദ്ധിമുട്ട് തന്നെയാണ്, വീടും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് ഒരു നിഗമനം കിട്ടുകയും ചെയ്തു. അവരുടെ അടുക്കുന്ന ഏഞ്ചൽ പട്ടത്തില്ല ഏഞ്ചൽ അവരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു നമ്മൾ അവരുടെ അടുക്കുന്ന ഒരു ലെറ്റർ കിട്ടിയിട്ടുണ്ടെങ്കിൽ, പോലീസ് സ്റ്റേഷനിൽ ഒരു ലെറ്റർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളത് സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഗാർഡിയൻ ഏഞ്ചലിലേക്ക് സ്വീകരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു കൂട്ടിയിട്ട് പോകുന്നത്. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.